ഹരിയാനയിൽ സഖ്യമില്ലെന്ന് അമിത്ഷാ. ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിബി, ഇങ്ങനെയൊരു തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതിന്റെ സാഹചര്യം എന്തായിരുന്നു? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഹരിയാനയിൽ കഴിഞ്ഞ തവണ അതായത് 2019 JJP-യുമായി സഖ്യം ചേർന്നുകൊണ്ട് ആയിരുന്നു അവിടെ BJP മത്സരിച്ചത്. പിന്നീട് JJP-യുടെ എല്ലാ നിലയും പിന്തുണയാണ് ഹരിയാനയിൽ ഈ ഒരു സർക്കാർ അവിടെ BJP രൂപീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് JJP-യുമായി BJP വേർപിരിയും ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു ലോക്സഭയിൽ. അതായത് ലോക്സഭയിൽ പിന്നീട് BJP-ക്ക് സീറ്റുകൾ പകുതിയായി കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മാത്രമല്ല ഇപ്പോൾ JJP ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി വരുന്ന ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റിലേക്ക് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് JJP വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി BJP-യുമായി ഒരു രീതിക്കും ഇത്തരത്തിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ജനനായക് ജനതാ പാർട്ടി JJP വ്യക്തമാക്കിയിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയത്. അതായത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP ഒറ്റയ്ക്ക് മത്സരിക്കും, അവിടെ മറ്റൊരു സഖ്യകക്ഷിയുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഇന്നലെ ഹരിയാനയിലെ പഞ്ച്കുളയിൽ നടന്ന പാർട്ടിയുടെ വിപുലമായ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇനിയിപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ കർഷക രോഷം പുകഞ്ഞ സംസ്ഥാനം കൂടിയാണ്. കർഷകരുടെ എല്ലാ നിലയും വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ലോക്സഭയിൽ BJP-ക്ക് വലിയ തിരിച്ചടി ഹരിയാനയിൽ നേരിട്ടത്. ഇതേ തുടർന്ന് JJP സഖ്യകക്ഷിയായ ജനനായക് ജനതാ പാർട്ടിയും വ്യക്തമാക്കിയത് BJP-യുമായി നിയമസഭയിൽ ഉണ്ടായിരുന്ന ബാന്ധമാണ് തങ്ങൾക്കും തിരിച്ചടിയായതെന്ന് JJP വ്യക്തമാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ JJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് പാർട്ടി സഖ്യം വിട്ട JJP പൂർണ്ണമായും വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും BJP-ക്കൊപ്പം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹരിയാനയിൽ BJP ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, വലിയ കർഷക രോഷത്തിൽ ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ ഏറെ നിർണായകമാകുകയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഹരിയാനയിൽ. ഒരുപക്ഷെ ജനനായക് പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന ജൂലൈ 4-ാം തീയതി ജനനായക് പാർട്ടിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ JJP തങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റൊരു സഖ്യകക്ഷി ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സിന്ധുരി.